നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ ബഹിരാകാശ യാത്രികരുടെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര സംബന്ധിച്ച് ഈ മാസം അവസാനത്തോടെ തീരുമാനമെടുക്കുമെന്ന് നാസ. അതേസമയം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള കൃത്യമായ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും നാസ വ്യക്തമാക്കി. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്റ്റാർലൈനർ ദൗത്യം നേരിട്ടേക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നുവെന്നും നാസ ചീഫ് ആസ്ട്രോനോട്ട് വിവരിച്ചു. ബോയിംഗ് സ്റ്റാർലൈനർ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്ര നടത്തിയ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും തിരിച്ചുവരവിൽ ഈ മാസം പകുതിയോടെ തീരുമാനമുണ്ടാകും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ മാസം അവസാനത്തോടെ മാത്രമേ പരിഹാരം കാണാനാകൂ എന്നാണ് നാസ പറയുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നും നാസ വ്യക്തമാക്കി. ബഹിരാകാശ നിലയത്തിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ സ്റ്റാർലൈനർ തന്നെ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കും. മറ്റൊരു പേടകത്തിൽ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നാൽ അതിനർത്ഥം അപകടം സംഭവിച്ചു എന്നല്ലെന്നും നാസ ചീഫ് ആസ്ട്രോനോട്ട് കൂട്ടിച്ചേർത്തു. അതേസമയം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം മടങ്ങിവരവിന് ഉപയോഗിക്കുന്നത് പരിഗണിക്കുന്നു എന്ന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ നാസ അറിയിച്ചിരുന്നു. വെറും ഒരാഴ്ച മാത്രം നീണ്ട ദൗത്യത്തിനായി 2024 ജൂൺ 5-നാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്റ്റാർലൈനർ പേടകത്തിൽ യാത്ര തിരിച്ചത്. അമേരിക്കൻ സ്വകാര്യ കമ്പനികളുമായുള്ള നാസയുടെ സഹകരണത്തിന്റെ ഭാഗമായുള്ള കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഈ ദൗത്യം. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിലെ ഹീലിയം ചോർച്ച, വാൽവ് പിഴവുകൾ അടക്കമുള്ള തകരാറുകൾ വിക്ഷേപണത്തിന് കനത്ത വെല്ലുവിളിയായി. ഒരാഴ്ചത്തെ ദൗത്യത്തിന് പോയ ഇരു ബഹിരാകാശ സഞ്ചാരികളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 70 ദിവസം അടുക്കുകയാണ്.